Hey guys, it's me Ashwati and welcome back to our channel Mentortales. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഫോർത്ത് സെമ്മിലെ ലിറ്റററി ക്രിറ്റിസിസം ആണ്. പക്ഷെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നമുക്ക് തീരില്ല. ബിക്കോസ് ടോപ്പിക് ബൈ ടോപ്പിക് എടുക്കാൻ നമുക്ക് തീരെ ടൈമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് പ്ലേറ്റോ എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോന്നും എടുക്കാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് അരിസ്റ്റോട്ടിൽ മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്രീസിയേറ്റിംഗ് ഫിക്ഷൻ ആണ്. ഓക്കെ, അപ്രീസിയേറ്റിംഗ് ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്രീസിയേറ്റിംഗ് ഫിക്ഷനും. സ്പെക്ട്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ അപ്രീസിയേറ്റിംഗ് ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഇതേ മെത്തേഡാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെ നമുക്കിനി ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വേറെ ആയിട്ട് എല്ലാ മൊഡ്യൂൾസും ഡിസ്കസ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ഈ ഒരു അപ്രീസിയേറ്റിംഗ് ഫിക്ഷനിലെ മൊഡ്യൂൾ 1 ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്രീസിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ ആണ്. ഓക്കെ, ഫിക്ഷനെ പറ്റിയിട്ട് അതിനൊന്ന് മനസ്സിലാക്കുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂൾ ഷോർട്ട് ഫിക്ഷൻ ആണ്, തേർഡ് മൊഡ്യൂൾ ലോങ് ഫിക്ഷൻ ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ഫിലിം. ഇങ്ങനെ 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും മൊഡ്യൂൾ 1 അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷനിലെ ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ടോപ്പിക്. ഓക്കെ, സോ ഇതിൽ ചോദിക്കാവുന്ന നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മൊഡ്യൂൾ 1 ഇതിൻ്റെ പേരെന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ ആണ്. സോ ഒബ്വിയസ്ലി ഇതിൽ ചോദിക്കാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫിക്ഷൻ, എന്താണ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനെ ആൻസർ ചെയ്തേണ്ടത് ഫിക്ഷൻ ഈസ് എനി നരേറ്റീവ് അബൌട്ട് ഇൻവെൻറ്റഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളായിട്ട് സൃഷ്ടിച്ച ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു നരേറ്റീവ്, അതാണ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ശരിക്കും നമ്മുടെ ഒരു ഇമാജിനേഷൻ, നമ്മുടെ ഒരു ഭാവനയുടെ ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും. അത് നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കിയിട്ട് ചെയ്യാണ്, അല്ലാതെ ഒരിക്കലും അത് റിയലോ അല്ലെങ്കിൽ ഫാക്റ്റോ ഒന്നും അല്ല. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് അവർ ഇമാജിനേഷൻ. ഈ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. ലൈക്ക് സ്റ്റോറീസ്, ഫേബിൾസ്, ലെജൻഡ്സ്, മിത്സ്, എപ്പിക്സ്, ഫിലിംസ്, പ്ലേസ്. ഓക്കെ, അങ്ങനെ ഒരുപാടെണ്ണം ഫിക്ഷൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ഫിക്ഷൻ എന്നൊരു ഷോർട്ട് നോട്ട് വന്നു കഴിഞ്ഞാൽ ഫിക്ഷൻ ഈസ് എനി നരേറ്റീവ് അബൌട്ട് ഇൻവെൻറ്റഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. പിന്നെ വർക്ക്സ് ഓഫ് ഫിക്ഷൻ ആർ പ്രൊഡക്റ്റ് ഓഫ് ഇമാജിനേഷൻ. ഓക്കെ, ദേ യൂഷ്വലി ഡു നോട്ട് ക്ലെയിം ടു ബി റിയൽ ഓർ ഫാക്ച്വൽ. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേബിൾസ്, സ്റ്റോറീസ്, ലെജൻഡ്സ്, മിത്സ്, എപ്പിക്സ്, പ്ലേസ് എക്സെട്ര. സോ വാട്ട് ഈസ് ഫിക്ഷൻ ആണ് ഇന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അതെന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് നോവെല്ല ആൻഡ് ഗീവ് എക്സാമ്പിൾസ്. ഓക്കെ, നോവെല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാമ്പിൾസ് ചോദിക്കും. ഓക്കെ, സോ നോവെല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിക്ഷണൽ പ്രോസ് നരേറ്റീവ്. ഓക്കെ, നമ്മൾ ഫിക്ഷനിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ നോവെല്ല എന്ന് പറയുന്നത്. അത് നോവലിൻ്റെയും ഷോർട്ട് സ്റ്റോറിയുടെയും ഇടയിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. മീൻസ് അതിൻ്റെ ലെങ്ത്ത് വെച്ച് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും നോവെല്ലയുടെ പൊസിഷൻ വരിക ഇൻ ബിറ്റ്വീൻ നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറി ആയിരിക്കും. Okay, so novella refers to a fictional prose narrative that falls between a novel and a short story. Okay, both length and complexity. Length wise നോക്കുകയാണെങ്കിലും കോംപ്ലക്സിറ്റി അതിലത്തെ സങ്കീർണതയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു നോവലിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നാൽ ഷോർട്ട് സ്റ്റോറിനെക്കാട്ടിലും വലുതുമാണ്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ നോവല്ല എന്ന് പറയുന്നത്. അതിന് 2 എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് ഇതിൽ ഫേമസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബൊക്കാച്ചിയോൻ്റെ ഡെക്കാമെറോൺ ആണ്. ഓക്കെ, ബൊക്കാച്ചിയോസ് ഡിക്കാമെറോൺ ആയിട്ടൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്. അതുമാതിരി തന്നെ കെ ചൈപ്പിൻ എന്ന് പറയുന്ന ഒരാളുടെ ദ അവേക്കനിങ്, അതൊരു നോവലിലേക്ക് എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ സോൾ ബെല്ലോൻ്റെ സീസ് ദ ഡേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതും നോവലിലേക്ക് എക്സാമ്പിളാണ്. ഓക്കെ, സോ നോവെല്ല എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഫിക്ഷണൽ പ്രോസ് നരേറ്റീവ്. ഓക്കെ, ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറി ഇൻ ബോത്ത് ലെങ്ത് ആൻഡ് കോംപ്ലക്സിറ്റി. എല്ലാ എക്സാമ്പിളും പഠിച്ചു വയ്ക്കാൻ വയ്യെങ്കിൽ നോവലിൻ്റെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾ ബൊക്കാച്ചിയോയുടെ ഡെക്കാമെറോൺ ആണ്. ഓക്കെ, അതെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതാണ് പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ നോവെല്ല. പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാവുന്ന ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ആൻഡ് സ്റ്റോറി, അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി. അപ്പോൾ എന്താണ് പ്ലോട്ട്, എന്താണ് സ്റ്റോറി, അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ നമ്മുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചത് അതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിനെ എങ്ങനെയാണ് ഓതർ നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്, അതാണ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആക്ച്വലി അത് എങ്ങനെയാണോ സംഭവിച്ചത് അതാണ് സ്റ്റോറി. അതിനെങ്ങനെയാണ് ഓതർ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് പ്ലോട്ട്.
ഈ ഒരു സംഭവം മനസ്സിലുണ്ടാവുക. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്റ്റഡ് വേർഷൻ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ സർട്ടൺ ഓർഡർ ആൻഡ് ഡ്യൂറേഷൻ, ഓക്കെ, ആസ് പ്രസൻറ്റഡ് ടു ദ റീഡർ ഓർ ഓഡിയൻസ്. ഒരു സെലക്റ്റഡ് വേർഷൻ ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കും, കുറച്ച് ഇവൻറ്റ്സ് അതൊരു സർട്ടൺ ഓർഡറിലും ഡ്യൂറേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അങ്ങനെയാണ് അത് റീഡറിനോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റോറി പറഞ്ഞാൽ എന്താണ്? സ്റ്റോറി എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കലി ഓർഡേർഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണ് സ്റ്റോറി, അപ്പം അതിനെ നമുക്ക് ഓർഡർ മാറ്റാനൊന്നും പറ്റില്ല. സോ ക്രോണോളജിക്കലി ഓർഡേർഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ് നമ്മുടെ ഈ സ്റ്റോറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ഓർഡറിലുള്ള സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. സോ അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വെച്ച് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവുക, ദറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. ഓക്കെ, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെ എങ്ങനെയാണ് ഓതർ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം, പ്ലോട്ട് ഈസ് ദ സെലക്റ്റഡ് വേർഷൻ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ സർട്ടൺ ഓർഡർ ആൻഡ് ഡ്യൂറേഷൻ ആസ് പ്രസൻറ്റഡ് ടു ദ റീഡർ, whereas story is the chronologically ordered sequence of events അല്ലെങ്കിൽ sequence of events in their natural order. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. സംഭവം മനസ്സിലാക്കി വയ്ക്കുക. ശരിക്കും ക്രോണോളജിക്കലി നടക്കുന്നതാണ് സ്റ്റോറി, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മുടെ മുന്നിൽ ഓതർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ ടേം സ്യൂസെറ്റ് ആൻഡ് ഫാബുല. സ്യൂസെറ്റ്, ഫാബുല ഈ രണ്ട് ടേംസും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ചിലപ്പോൾ ഇതിൽ സ്യൂസെറ്റ് മാത്രമായിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഫാബുല മാത്രമായിട്ടും ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഡിഫൈൻ ദ ടേം സ്യൂസെറ്റ് ആൻഡ് ഫാബുല എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റോറിയും പ്ലോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇതേമാതിരി പ്ലോട്ട് ആൻഡ് സ്റ്റോറിക്ക് ഇടയിലൊരു ഡിസ്റ്റിങ്ഷൻ റഷ്യൻ ഫോർമലിസ്റ്റുകൾ കൊണ്ടുവന്നു. ഇതേമാതിരി ഒരു ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ റഷ്യൻ ഫോർമലിസ്റ്റുകൾ പ്ലോട്ടിനെ വിളിച്ചിരുന്ന പേരാണ് സ്യൂസെറ്റ് എന്നുള്ളത്. പ്ലോട്ടിന് പകരം സ്യൂസെറ്റ്. അവർ സ്റ്റോറിക്ക് കൊടുത്ത പേരാണ് ഫാബുല എന്നുള്ളത്. സോ റഷ്യൻ ഫോർമലിസ്റ്റ് മെയ്ഡ് എ സിമിലർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി ആൻഡ് ദേ റെഫർ ടു ദാറ്റ് ആസ് സ്യൂസെറ്റ് ആൻഡ് ഫാബുല റെസ്പെക്റ്റീവ്ലി. സോ റഷ്യൻ ഫോർമലിസ്റ്റുകൾ പ്ലോട്ടിനെ സ്യൂസെറ്റ് എന്നും അതുപോലെ സ്റ്റോറിനെ ഫാബുല എന്നാണ് വിളിച്ചിരുന്നത്. ഏതെങ്കിലും ഒന്ന് ആലോചിച്ചിരിക്കുക, പ്ലോട്ട് സ്യൂസെറ്റ് PS, ഓക്കെ, അതുമാതിരി സ്റ്റോറി ഫാബുല SF. അതെന്തെങ്കിലും കോഡ് വെച്ചിട്ട് മാറാതിരിക്കും, ഒരെണ്ണം പഠിച്ചാൽ മറ്റേ നമുക്ക് ഈസിയായി കിട്ടും. ഓക്കെ, സോ ഒരു സിമിലർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി റഷ്യൻ ഫോർമലിസ്റ്റുകൾ ഉണ്ടാക്കി. അവർ പ്ലോട്ടിന് കൊടുത്ത പേര് സ്യൂസെറ്റ് എന്നും സ്റ്റോറിക്ക് കൊടുത്ത പേര് ഫാബുല എന്നാണ്. സോ ദ ടേം സ്യൂസെറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? പ്ലോട്ടാണ്. ദാറ്റ് മീൻസ് സീക്വൻസ് ഇൻ വിച്ച് ദ ഓതർ ചൂസസ് ടു റിലേറ്റ് ദ ഇവൻറ്റ്സ്. അതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഓതർ ഇവൻറ്റ്സിൻ്റെ സീക്വൻസ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഫാബുല പറഞ്ഞാൽ സ്റ്റോറിയാണ്, വിച്ച് മീൻസ് ദ ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് ദ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്. ഓക്കെ, അതാണ് നമ്മുടെ ഫാബുല മീൻസ് സ്റ്റോറി എന്ന് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ്, പക്ഷെ റഷ്യൻ ഫോർമലിസ്റ്റുകൾ അതിനെ വിളിക്കുന്നത് സ്യൂസെറ്റ് ആൻഡ് ഫാബുല എന്നാണ്. ഓക്കെ, സോ റഷ്യൻ ഫോർമലിസ്റ്റ് മെയ്ഡ് എ സിമിലർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി. ദേ റെഫർ ടു പ്ലോട്ട് ആസ് സ്യൂസെറ്റ് ആൻഡ് സ്റ്റോറി ആസ് ഫാബുല എന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സ്യൂസെറ്റ് എന്താണ്, ഫാബുല എന്താണെന്നുള്ളത്. പിന്നെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ആൻറ്റി ഹീറോ? ആൻറ്റി ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ടിപ്പിക്കൽ ഹീറോന് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോട്ടഗോണിസ്റ്റ് ആക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൻറ്റി ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ മോഡേൺ ഫിക്ഷൻ ആൻഡ് ഡ്രാമ ദ പ്രോട്ടഗോണിസ്റ്റ് സംടൈംസ് എക്സിബിറ്റ്സ് വാട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടിപ്പിക്കൽ ഹീറോ. ഒരു ടിപ്പിക്കൽ ഹീറോൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പക്ക ഓപ്പോസിറ്റ് കാണിക്കുന്ന പ്രോട്ടഗോണിസ്റ്റ്, ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ആൻറ്റി ഹീറോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, so in modern fiction and drama the protagonist sometimes exhibits the opposite of the characteristics of a typical hero and such a character is known as anti-hero. Okay, അപ്പോൾ അതാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ഫോയിൽ ക്യാരക്ടർ? ഫോയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ വാട്ട് ഇസ് എ ഫോയിൽ ക്യാരക്ടർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ഫോയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആക്ഷൻ വെച്ചിട്ട് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്, അതായത് ഹീറോ അല്ലെങ്കിൽ ആൻറ്റി ഹീറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ അവരുടെ ഒരു ക്യാരക്ടർ എംഫസൈസ് ചെയ്യിപ്പിക്കുന്നതായിട്ട് തോന്നിപ്പിക്കും ഇവരുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിത്തെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടൊരു സ്ട്രോങ് കോൺട്രാസ്റ്റ്, നല്ലൊരു ഡിഫറൻസ് ഇയാൾ പ്രദർശിപ്പിക്കും. സോ അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഫോയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത്.
ഓക്കെ. സോ ഫോയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാരക്ടർ ഹൂസ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് സെർവ് ടു എംഫസൈസ് ദോസ് ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ്. ഓക്കെ, മെയിൻലി പ്രോട്ടഗോണിസ്റ്റ് ആണ്, ചിലപ്പോൾ വേറെ ക്യാരക്ടേഴ്സിൻ്റെ ആയിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ എംഫസൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ബൈ പ്രൊവൈഡിങ് എ സ്ട്രോങ് കോൺട്രാസ്റ്റ് വിത്ത് ദം. അവരായിട്ട് നല്ലൊരു ഡിഫറൻസ് കാണിച്ചും കൊണ്ടാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒന്ന് എംഫസൈസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഫോയിൽ ക്യാരക്ടർ എന്ന് പറയുക. ഓക്കെ, സോ വാട്ട് ഇസ് എ ഫോയിൽ ക്യാരക്ടർ? എ ക്യാരക്ടർ ഹൂസ് ക്വാളിറ്റീസ് ഓർ ആക്ഷൻസ് സെർവ് ടു എംഫസൈസ് ദോസ് ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ് ബൈ പ്രൊവൈഡിങ് എ സ്ട്രോങ് കോൺട്രാസ്റ്റ് വിത്ത് ദം. Such a character is known as foil character. Next question, what is climax? Climax എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ എന്നുള്ള മൊഡ്യൂളിൽ ഇങ്ങനെ കുറേ ടേംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട വേണം, മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ക്ലൈമാക്സിൽ ഉണ്ടാവാറ് സാധാരണ? ഇപ്പോൾ ഒരു നോവലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിലിം ആണെങ്കിലൊക്കെ ക്ലൈമാക്സിൽ എന്താ ഉണ്ടാവുക? ക്ലൈമാക്സിലായിരിക്കും ഏറ്റവും അധികം ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആയിരിക്കും. സോ ക്ലൈമാക്സിലാണ് ആ ഒരു കഥയുടെ ഒരു ഹയസ്റ്റ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, ആ കോൺഫ്ലിക്റ്റിൻ്റെ ഏറ്റവും ഒരു ഇൻറ്റൻസിറ്റിയിലെത്തിയ ക്ലൈമാക്സിലായിരിക്കും. ആൻഡ് അവിടെ വെച്ചിട്ടാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുക. ഐദർ ഒരു ട്രാജഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടോ അത് അവസാനിക്കുന്നത് ഈ ഒരു ക്ലൈമാക്സിലായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ക്ലൈമാക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, climax is the point of greatest tension or emotional intensity in a plot. Okay, ഒരു പ്ലോട്ടിൽ വെച്ചിട്ട് ഏറ്റവും ടെൻഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഏറ്റവും അധികം നിൽക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് ക്ലൈമാക്സ് എന്ന് പറയുക. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നമുക്കിനി ഇത് ഒരു വട്ടം ക്ലാസ് ജസ്റ്റ് കേട്ട് പിന്നെ പഠിക്കാനൊന്നും ടൈമില്ല. സോ ഞാൻ പറയുമ്പോൾ തന്നെ കൂടെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സോ വാട്ട് ഇസ് ക്ലൈമാക്സ്? ക്ലൈമാക്സ് ഇസ് ദ പോയിന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് ടെൻഷൻ ഓർ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഇൻ എ പ്ലോട്ട്. So in climax the conflict reaches its greatest height. Okay, and then the turning point in the action occurs. So ക്ലൈമാക്സിലാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഐദർ ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു സാഡ് എൻഡിങ്ങിൽ സംഭവം അവസാനിക്കുക. ഓക്കെ, സോ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോ ഫിക്ടസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഹോമോ ഫിക്ടസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിമാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഹോമോ ഫിക്ടസ് എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹ്യൂമൻസ് ആണ്, ദാറ്റ് മീൻസ് റിയൽ പീപ്പിൾ ആണ്, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള റിയൽ പീപ്പിൾ ആണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഹോമോ ഫിക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. അതായത് ചിലപ്പോൾ റീഡേഴ്സ് ഡിമാൻഡ് ചെയ്യും ദാറ്റ് ഈ ഹോമോ ഫിക്ടസ് കൂടുതൽ ഹാൻസം ആയിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ അഗ്ലി ആയിരിക്കണം, നല്ല റൂട്ട്ലെസ് ആയിരിക്കണം, അല്ലെങ്കിൽ നോബിൾ ആയിരിക്കണം, വെഞ്ച്ഫുൾ അല്ലെങ്കിൽ ഫോർഗീവിങ് ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം, അല്ലെങ്കിൽ കവേർഡ്ലി ആയിരിക്കണം. സോ അങ്ങനെ അതായത് ഒരു റിയൽ പീപ്പിളിനെക്കാട്ടിലും കുറച്ചുകൂടി ഇൻറ്റൻസിറ്റിയിൽ വേണം ഇവർ ഈ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് എന്ന് റീഡേഴ്സിന് തോന്നും ചിലപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോമോ ഫിക്ടസ് എന്നുള്ള ടേം വരുന്നത്. ഓക്കെ, അതായത് സാധാരണ റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനേക്കാൾ അധികം ഈ ഒരു ഹാൻസം അല്ലെങ്കിൽ അഗ്ലി ആവാനോ റൂട്ട്ലെസ് നോബിൾ ആവാൻ ബ്രേവ് കവാർഡ് ആവാനൊക്കെ പറ്റുന്ന ആളുകൾ. ഓക്കെ, സോ ഹോമോ ഫിക്ടസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്? ദേ ഹാവ് ഗോട്ട് എ ഹോട്ടർ പാഷൻ ആൻഡ് കോൾഡർ ആങ്കർ. ഭയങ്കരമായിട്ടുള്ള പാഷനും ഒരു കോൾഡർ ടൈപ്പ് ഓഫ് ആങ്കറും. ഓക്കെ, എല്ലാതും ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ കൂടുന്ന സംഭവമാണ് ഈ ഹോമോ ഫിക്ടസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എന്താ പറയുക, ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇമാജിനറി ഹ്യൂമൻസ് ആണ് ഈ ഒരു ഹോമോ ഫിക്ടസ് എന്ന് പറയുന്നത്, ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. പക്ഷെ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, അതായത് റിയൽ ആയിട്ടുള്ള ആളുകൾ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. സോ ഈ ഹോമോ ഫിക്ടസ് എന്തിനാന്ന് വെച്ചാൽ ഈ കഥയൊക്കെ വായിക്കുന്ന ടൈമിൽ റീഡേഴ്സിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും ദാറ്റ് ഈ ഒരു ഹോമോ ഫിക്ടസ് കൂടുതൽ ഹാൻസം ആയിരിക്കണം, അഗ്ലി ആയിരിക്കണം, അല്ലെങ്കിൽ നോബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രേവ് ആയിരിക്കണം, കവേർഡ്ലി ആയിരിക്കണം ദാൻ എ റിയൽ മാൻ. അതിന് വേണ്ടിയിട്ടാണ് ഹോമോ ഫിക്ടസ് വരുന്നത്. സോ ദേ മീൻസ് ദേ ഹാവ് ഹോട്ടർ പാഷൻ ആൻഡ് കോൾഡർ ആങ്കർ. ഓക്കെ, അപ്പോൾ ഒന്നും ഓർമ്മ അല്ലെങ്കിൽ ഇത്രയും എഴുതുക. ഹോമോ ഫിക്ടസ് എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ ക്യാരക്ടർ ആണ്, ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ റിയൽ പീപ്പിൾ ആണ് വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അത്ര എഴുതി വയ്ക്കുക, വേറെ ഒന്നും ഓർമ്മ അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ചോദിക്കാവുന്ന വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ? ഫിഗറൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മുടെ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റിൻ്റെ ബേസിസിൽ, അതായത് എന്താണോ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് ആവുന്നത് അതിൻ്റെ ബേസിസിൽ നമ്മൾ ക്യാരക്ടറൈസേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നരേറ്റോറിയൽ ക്യാരക്ടറൈസേഷനും
ഫിഗറൽ ക്യാരക്ടറൈസേഷൻ. അതിൽ ഫിഗറൽ ക്യാരക്ടറൈസേഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ്. ഓക്കെ, ക്യാരക്ടറൈസേഷൻ 2 ടൈപ്സ് വരുന്നുണ്ട്. ക്യാരക്ടറൈസിങ് സബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിൻ്റെ ബേസിൽ. ഓക്കെ, ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ? നരേറ്റോറിയൽ ക്യാരക്ടറൈസേഷനും ഫിഗറൽ ക്യാരക്ടറൈസേഷനും. ഫിഗറൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ ചോദിച്ചാൽ, ഫിഗറൽ ക്യാരക്ടറൈസേഷൻ ഇസ് ദ ടൈപ്പ് ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ വിച്ച് ദ ക്യാരക്ടർ ഇസ് ദ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാരക്ടറൈസിങ് സബ്ജക്റ്റിൻ്റെ ബേസിൽ ക്യാരക്ടറൈസേഷൻ 2 ടൈപ്സ് വരുന്നുണ്ട്. നരേറ്റോറിയൽ ക്യാരക്ടറൈസേഷനും ഫിഗറൽ ക്യാരക്ടറൈസേഷനും. സോ ഫിഗറൽ ക്യാരക്ടറൈസേഷനിലെ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അതാണ് വേറൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ? നമുക്കറിയാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ, ദാറ്റ് മീൻസ് ഐ വെച്ചിട്ടൊക്കെ തുടങ്ങുന്ന ആ ഒരു നെറേറ്റീവ്, അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നരേറ്ററിൻ്റെ ലിമിറ്റഡ് നോളജ്, അതുമാതിരി തന്നെ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്, നരേറ്ററിൻ്റെ ലിമിറ്റഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ നരേറ്ററിൻ്റെ ഡെത്ത് നരേറ്റ് ചെയ്യാൻ നരേറ്ററിന് പറ്റുമോ? ഇല്ല, നരേറ്ററിൻ്റെ മരണം തന്നെ നരേറ്ററിന് നരേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നരേറ്റർ കനോട്ട് യൂഷ്വലി നരേറ്റ് ഹിസ് ഓർ ഹെർ ഓൺ ഡെത്ത്. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എനിച്ചെ FND എന്ന് പറയുന്നത് ഒർഹാൻ പാമുക്കിൻ്റെ മൈ നെയിം ഈസ് റെഡിലെ ഒരു ക്യാരക്ടറാണ് എനിച്ചെ FND എന്ന് പറയുന്നത്. സോ ഈ മൈ നെയിം ഈസ് റെഡിൽ ഈ ഒരു ക്യാരക്ടർ, ദാറ്റ് ഈസ് എനിച്ചെ FND തന്നെയാണ് അവരുടെ ഡെത്ത് നരേറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ എക്സെപ്ഷൻസ് ഓൾസോ, ബട്ട് യൂഷ്വലി ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നരേറ്ററിന് തൻ്റെ ഡെത്ത് ഒരിക്കലും നരേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. സോ വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ, ഒന്ന് നരേറ്റിംഗ് ക്യാരക്ടറിൻ്റെ ലിമിറ്റഡ് നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും. ഓക്കെ, അല്ല സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ നരേറ്റർ കനോട്ട് നരേറ്റ് ഹിസ് ഓർ ഹെർ ഓൺ ഡെത്ത്. ഓക്കെ, പക്ഷെ അതിന് എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ മൈ നെയിം ഈസ് റെഡ് എന്നുള്ളത് ബൈ ഓർഹാൻ പാമുക്കിൽ എനിച്ചെ FND എന്നുള്ള ക്യാരക്ടർ തൻ്റെ തന്നെ മരണം നരേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എക്സെപ്ഷൻ, ബട്ട് സ്റ്റിൽ നമ്മൾ ഡ്രോബാക്ക് ആയിട്ട് പറയുമ്പോൾ ഇത് രണ്ടുമാണ് പറയുക. ഒന്ന് ലിമിറ്റഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നരേറ്ററും, സെക്കൻഡ് നരേറ്ററിന് തൻ്റെ മരണം ഒരിക്കലും നരേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടുമാണ് ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഫിക്ഷൻ? ഫിക്ഷനിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടാക്കി പറഞ്ഞാൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഐ ത്രൂ വിച്ച് ദ സ്റ്റോറി ഈസ് പ്രസൻറ്റഡ്. ഓക്കെ, ഏത് കണ്ണുകളിലൂടെയാണ് ഒരു കഥ നമ്മുടെ മുന്നിലോട്ട് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്, ആ ഒരു കണ്ണിനെയാണ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദ ഐ ത്രൂ വിച്ച് ദ സ്റ്റോറി ഈസ് പ്രസൻറ്റഡ്. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് ഇതൊരു വാൻറ്റേജ് പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഒരു നരേറ്റീവ് റിലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതിൽ ഈ പോയിന്റ് ഓഫ് വ്യൂ 3 വരുന്നുണ്ട്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ബട്ട് ഇതിൽ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പേഴ്സണും തേർഡ് പേഴ്സണും ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് പോയിന്റ് ഓഫ് വ്യൂ? പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദ ഐ ത്രൂ വിച്ച് ദ സ്റ്റോറി ഈസ് പ്രസൻറ്റഡ്. ദിസ് ഈസ് ദ വാൻറ്റേജ് പോയിന്റ് ഫ്രം വിച്ച് ദ നരേറ്റീവ് ഇസ് റിലേറ്റഡ്. വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു അനുകൂല സ്ഥാനം, നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു പൊസിഷൻ. ഓക്കെ, ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥാനം. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നരേറ്റീവ് റിലേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഇസ് ദ ഐ ത്രൂ വിച്ച് ദ സ്റ്റോറി ഈസ് ടോൾഡ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ആൻഡ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ മോഡും തേർഡ് പേഴ്സൺ മോഡുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് എ നരേറ്റർ ബിക്കം അൺറിലയബിൾ? ഒരു നരേറ്റർ അൺറിലയബിൾ ആണ്, അതായത് ആ ഒരു നരേറ്ററിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? അതാണ് പിന്നെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഹൗ ഡസ് എ നരേറ്റർ ബിക്കം അൺറിലയബിൾ? ഓക്കെ, സോ അൺറിലയബിൾ നരേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഹിസ് ക്രെഡിബിലിറ്റി ഈസ് കോംപ്രമൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ മേലുള്ള ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു നരേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? അൺറിലയബിൾ നരേറ്റർ എന്ന് പറയുക. Okay, so an unreliable narrator is a narrator whose credibility is compromised. ഈ ഒരു narrator unreliable ആണെന്ന് നമ്മൾ 3 സിറ്റുവേഷൻസിലാണ് പറയുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇഫ് ഹി ഹാസ് ഓൺലി എ ലിമിറ്റഡ് നോളേജ് അല്ലെങ്കിൽ ഇൻസൈറ്റ് ഇൻ ടു വാട്ട് ഹി ഈസ് നരേറ്റിംഗ്. അപ്പോൾ ഈ ഒരു നരേറ്റർ നരേറ്റ് ചെയ്യുന്ന സംഭവത്തിനെ പറ്റിയിട്ട് ഒരു കുറച്ച് നോളേജ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഇൻസൈറ്റ് കുറച്ച് അദ്ദേഹത്തിന് ഉള്ളൂ എങ്കിൽ ഹി ഈസ് എൻ അൺറിലയബിൾ നരേറ്റർ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു പേഴ്സണലായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അദ്ദേഹം പേഴ്സണലായിട്ടൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊരു ഇവാലുവേഷൻ നടത്തുന്നുണ്ട്.
അങ്ങനെ ഒരു സബ്ജക്റ്റീവ് കൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് നരേറ്റർ ഇസ് അൺറിലയബിൾ. തേർഡ് വൺ ആയിട്ട് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ആ ഒരു ഐഡിയോളജിക്കൽ ആ ഒരു ഓറിയൻറ്റേഷൻ, ആ ഒരു ഐഡിയോളജി, അത് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ നിന്നും ഡിഫറെൻ്റ് ആണെങ്കിലും ദാറ്റ് നരേറ്റർ ഇസ് സെഡ് ടു ബി അൺറിലയബിൾ. ഈ 3 കേസിലുമാണ് ഒരു നരേറ്റർ അൺറിലയബിൾ ആണെന്ന് നമ്മൾ പറയാറ്. ഓക്കെ, ഏതൊക്കെയാണ് കേസ്? നരേറ്റർ ഇസ് അൺറിലയബിൾ ഇഫ് ഹി ഹാസ് ഓൺലി എ ലിമിറ്റഡ് നോളജ് ഓർ ഇൻസൈറ്റ് ഇൻ ടു വാട്ട് ഹി ഈസ് നരേറ്റിംഗ്. ഓക്കെ, സെക്കൻഡ് വൺ, if he has a strong personal involvement, a strong personal judgment, okay, which makes his narrative more subjective. Okay, and the third one, if his ideological orientation is different from that of the text. Okay, ഈ 3 കേസിലാണ് narrator unreliable ആവുന്നത്. And an unreliable narrator is a narrator whose credibility is compromised. Okay, അപ്പോൾ അതാണ് ഈ ഒരു unreliable narratorൽ വരുന്നത്. പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻ omniscient narrator? ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ ഒംനീസിയൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓൾ നോയിങ്, എല്ലാം അറിയുന്നവൻ എന്നാണ് നമ്മൾ ഒംനീസിയൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറാണെങ്കിലും, ഓക്കെ, എനി ക്യാരക്ടറിൻ്റെയും ആ ഒരു മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുമാതിരി അവരുടെ മോട്ടീവ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ ഫീലിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റീകൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർ ചെയ്യുന്ന എന്തിൻ്റെങ്കിലുമൊക്കെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും എല്ലാം അറിയുന്ന ഒരാളാണ് ഈ ഒരു ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോറിയിലുള്ള എല്ലാ ഇവൻസിനെ പറ്റിയിട്ടുള്ള നോളജ് ഈ ഒരു നരേറ്റർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഓഫ് ഓൾ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പല സമയങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹി നോസ് എവറിത്തിങ്. ഓക്കെ, സോ ഒംനീസിയൻറ്റ് നരേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയുക, ഒംനീസിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ നോയിങ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ എൻ്റർ ദ കോൺഷ്യസ്നെസ് ഓഫ് എനി ക്യാരക്ടർ. ഓക്കെ, ഇവാലുവേറ്റ് ദെയർ മോട്ടീവ്സ്, എക്സ്പ്ലെയിൻ ദെയർ ഫീലിങ്സ്, റിക്കൗണ്ട് ദെയർ ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, ആൻഡ് ഓൾസോ പ്രെഡിക്റ്റ് ദ ഔട്ട്കം ഓഫ് ദെയർ സിറ്റുവേഷൻ. This omniscient narrator has full knowledge of all the events in the story. He can describe events happening in different places at the same time. ഓക്കെ, അങ്ങനെ എല്ലാത്തിനെ പറ്റിയിട്ടും അറിയുന്ന ഒരാൾ, അതാണ് ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ വാട്ട് ഈസ് എൻ ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് നമ്മുടെ ചോദ്യം വരും. സോ ഒംനീസിയൻറ്റ് നരേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഒരു സ്റ്റോറിയിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നോളജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരേ സമയം പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന കാര്യങ്ങളെ ഒപ്പം പറയാൻ കഴിയും. ഓക്കെ, ബിക്കോസ് ഹി ഹാസ് നോളജ് അബൌട്ട് എവറി ക്യാരക്ടർ. ഓക്കെ, ഈവൻ ദെയർ മോട്ടീവ്സ്, ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എവറിത്തിങ്. ഓക്കെ, സോ അതാണ് പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻ ഒംനീസിയൻറ്റ് നരേറ്റർ? ഞാൻ പറയുമ്പോൾ സ്പീഡ് ഓടി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, ബിക്കോസ് നമുക്ക് ടൈം കുറവായതുകൊണ്ടാണ്. ഈ സ്ലൈഡ് ഉണ്ടാക്കാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോർ ഷാഡോയിങ്? ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഓൾറെഡി പറഞ്ഞ ഈ ഒരു മൊഡ്യൂളിൽ കുറേ ടേംസ് ആണ് വരുന്നത്. ഓക്കെ, ആ ടേംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫിക്ഷനിൽ വരുന്ന ടേംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ലിറ്റററി ഡിവൈസ് ആണ്. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചാൽ റൈറ്റർ നമുക്ക് കുറച്ച് ഹിൻറ്റുകൾ തരും. ഓക്കെ, ആ ഒരു സ്റ്റോറിയിൽ ഇനി നടക്കാൻ പോകുന്ന ഇവൻസിനെ പറ്റിയിട്ട് കുഞ്ഞു ഹിൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലൂ നമുക്ക് റൈറ്റർ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളൊരു ലിറ്റററി ഡിവൈസാണ് ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ വാട്ട് ഈസ് ഫോർ ഷാഡോയിങ്? ഫോർ ഷാഡോയിങ് ഇസ് എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് ദ റൈറ്റർ ഗീവ്സ് subtle hints about the events that are going to happen or that are going to take place in the story. നടക്കാൻ പോകുന്ന ഇവൻസിനെ പറ്റി കുഞ്ഞു ക്ലൂസ് നമുക്ക് റൈറ്റർ തന്നുകൊണ്ടിരിക്കും. ആ ഒരു ലിറ്റററി ഡിവൈസിനെയാണ് നമ്മൾ ഫോർ ഷാഡോയിങ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഇസ് എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് ദ റൈറ്റർ ഗീവ്സ് subtle hints about the events that are going to take place in the story. ഓക്കെ, അതാണ് പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോർ ഷാഡോയിങ്? പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അല്യൂഷൻ എന്നാണ്. ഇല്യൂഷൻ അല്ല, അല്യൂഷൻ. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ പാസീവ് റെഫറൻസ് ടു അനദർ ലിറ്റററി ഓർ ഹിസ്റ്റോറിക്കൽ വർക്ക്, പ്ലേസ്, ഫിഗർ ഓർ ഇവന്റ്. Okay, the reference is not explained because most of the allusions are based on flattering presumption that there is a body of knowledge shared by the author and the reader, and that therefore the reader will understand the author's referent. എന്താണ് പറയുന്നത്?
സിമ്പിളായിട്ട് അല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു വർക്ക് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു സംഭവം, ഇതിനൊക്കെ പറ്റിയിട്ട് നടത്തുന്ന ഒരു പരോക്ഷമായിട്ടുള്ള പരാമർശം, അതാണ് അല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ പാസിംഗ് റെഫറൻസ്, അതാണ് പരോക്ഷമായിട്ടുള്ള പരാമർശം എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തിനെ പറ്റിയിട്ടാണ്? ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ പാസിംഗ് റെഫറൻസ് ടു അനദർ ലിറ്റററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ വർക്ക്, പ്ലേസ്, ഇവൻറ്റ് ഓർ ഫിഗർ. സാധാരണയായിട്ട് ഈ അല്യൂഷനിൽ വരുന്ന ഈ ഒരു റെഫറൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല, കാരണം അത് വെറും പ്രിസംഷൻ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓതർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വായനക്കാർക്ക് അദ്ദേഹം പറയുന്നതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഓതർ അങ്ങനെയാണ് കരുതുന്നത്. ഓക്കെ, that means the reference is not explained because most of the allusions are based on flattering presumption that there is a body of knowledge shared between this author and the reader. The author പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ വായിക്കുന്ന ആൾക്ക് മനസ്സിലാകും എന്നുള്ളൊരു പ്രിസംഷൻ, അങ്ങനെ ഒരു വിചാരമാണ് ഈ ഒരു ഓതറിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറൊന്നുമില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് വെസ്റ്റേൺ അല്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, സങ്കീർണമായിട്ടുള്ള ആശയങ്ങൾ ലളിതമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അല്യൂഷൻസ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല സ്മാർട്ടായിട്ടുള്ള റൈറ്റേഴ്സൊക്കെ അല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അവരുടെ റൈറ്റിങ്സിനെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിനുവ അച്ചേബേൻ്റെ തിങ്സ് ഫോൾ എപ്പാർട്ട് എന്നുള്ള ഒരു സംഭവമുണ്ട്, ഒരു നോവലുണ്ട് തിങ്സ് ഫോൾ എപ്പാർട്ട്. അത് W.B. ഈറ്റ്സിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നുള്ള പോയം അതിൻ്റെ ഒരു അല്യൂഷനാണ്. ഓക്കെ, സോ ചിനുവ അച്ചേബയുടെ നോവലായിട്ടുള്ള തിങ്സ് ഫോൾ എപ്പാർട്ട് എന്ന് പറയുമ്പോൾ അത് W.B. ഈറ്റ്സിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്ന കവിതയ്ക്കുള്ള ഒരു പരോക്ഷമായിട്ടുള്ള പരാമർശമാണ്. ദാറ്റ് ഇസ് അല്യൂഷൻ എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, സോ വാട്ട് ഇസ് അല്യൂഷൻ? Allusion is an indirect അല്ലെങ്കിൽ passing reference to another literary or historical work, place, figure or event. And this reference is not explained because most of the allusions are based on presumptions. Okay, presumption that there is a body of knowledge shared between the author and the reader, which means the reader will understand what the author is trying to tell. Okay, and for example നമുക്ക് പറയാം ചിനുവ അച്ചേബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്നുള്ള നോവൽ എന്ന് പറയുന്നത് W.B. ഈറ്റ്സിൻ്റെ ഈ സെക്കൻഡ് കമ്മിങ് എന്നുള്ളൊരു പോയത്തിൻ്റെ ഒരു അല്യൂഷൻ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. ഇപ്പോൾ ഇതൊന്നും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും ഓർത്തിരിക്കുക, അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു റെഫറൻസ് ആണ്, മറ്റൊരു ലിറ്റററി അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ വർക്ക്, ഇവൻറ്റ്, പ്ലേസ് അല്ലെങ്കിൽ ഫിഗറിനോടുള്ള ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ പാസിംഗ് റെഫറൻസ് ആണ് അല്യൂഷൻ എന്ന് പറയുന്നത്. അത്രയും ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് പിന്നീട് നമ്മളടുത്ത് ചോദിക്കാവുന്ന ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിക്കും വാട്ട് ഇസ് ഡ്യൂയസ് എക്സ് മെഷീന. ഓക്കെ, ഡ്യൂയസ് എക്സ് മെഷീന എന്നുള്ള ടേം എന്താണ്? ഡ്യൂയസ് എക്സ് മെഷീന പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ദാറ്റ് ഇസ് എ ലാറ്റിൻ ഫ്രേസ്, ഇതൊരു ലാറ്റിൻ ഫ്രേസാണ് ഈ ഡ്യൂയസ് എക്സ് മെഷീന പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗോഡ് ഫ്രം എ മെഷീൻ എന്നാണ്. ഗോഡ് ഫ്രം എ മെഷീൻ, ഒരു മെഷീനിൽ നിന്നും ദൈവം. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അതായത് ആൻഷ്യൻ തിയേറ്ററിൽ, പണ്ടത്തെ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസിനാണ് ഇവിടെ മെഷീൻ എന്ന് പറയുന്നത്. പണ്ട് തിയേറ്റേഴ്സിൽ ഈ ഒരു മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡയറ്റീസ്, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ എത്തിക്കുന്നതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് തീർക്കാൻ പറ്റാത്തൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ആയിട്ട് പണ്ടത്തെ ഒക്കെ നാടകങ്ങളിൽ കാണും. ആ സമയത്ത് ദൈവത്തിനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ്, അതാണ് ഇവിടെ പറയുന്ന ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്, ഈ ഗോഡ് ഫ്രം ദ മെഷീൻ. ഓക്കെ, സോ വാട്ട് ഇസ് ഡ്യൂയസ് എക്സ് മെഷീന എന്ന് ചോദിച്ചാൽ Deus ex machina is a Latin phrase which means God from a machine. And machine എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? The mechanical device used in ancient theatre, okay, to transport the deity onto the stage, to solve what? To resolve a seemingly irresolvable conflict at a critical point. ഒരു critical pointൽ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറ്റിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഇവിടെ ഈ ഒരു മെഷീൻ കൊണ്ട് അർത്ഥാക്കുന്നത്. Okay, so Deus ex machina പറഞ്ഞാൽ അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. The meaning is God from a machine. Here machine means a mechanical device used in the ancient theatre to transport the deity onto the stage to resolve a conflict at a critical point. Okay, so that is Deus ex machina. അതാണ് പിന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ.
പിന്നെ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എൻ എപ്പിഗ്രാഫ്? എപ്പിഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ഷോർട്ട് ആയിട്ടുള്ള ക്വട്ടേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു സേയിങ്, അതിനാണ് എപ്പിഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ എപ്പിഗ്രാഫ് ഇസ് എ ഷോർട്ട് ക്വട്ടേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ബുക്ക് അല്ലെങ്കിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ചാപ്റ്റർ. ഓക്കെ, ഒരു ബുക്കിൻ്റെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ ചെറിയൊരു സേയിങ് ആണ് എപ്പിഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിഗ്രാഫിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ എന്ത് തീമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചെറിയതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരും. അപ്പോൾ അതാണ് എപ്പിഗ്രാഫിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എൻ എപ്പിഗ്രാഫ്? Epigraph is a short quotation or saying at the beginning of a chapter or a book, and it serves to suggest the theme that the book or chapter is going to explore. Okay, അപ്പോൾ അതാണ് എപ്പിഗ്രാഫ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആന്ത്രപ്പോമോർഫിസം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആന്ത്രപ്പോമോർഫിസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ത്രപ്പോമോർഫിസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നോൺ ഹ്യൂമൻ ആയിട്ടുള്ള വസ്തുക്കൾക്ക് ലൈക്ക് ആനിമൽസ് അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതിനൊക്കെ ഹ്യൂമൻ എൻറ്റൈറ്റീസ്, ഹ്യൂമൻസിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുക, കൊടുക്കുക. ലൈക്ക് ഇമോഷൻസ്, അതുമാതിരി ബിഹേവിയർ, അതൊക്കെ കൊടുക്കുക. അതുതന്നെയാണ് ആന്ത്രപ്പോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആന്ത്രപ്പോമോർഫിസം ഇസ് ദ ആട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ ടു നോൺ ഹ്യൂമൻ എൻറ്റൈറ്റീസ് ലൈക്ക് ആനിമൽസ് അല്ലെങ്കിൽ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. പക്ഷെ ഒരു കാര്യം ഇവിടെ ഓർക്കണം, പേഴ്സോണിഫിക്കേഷൻ ആയെങ്കിൽ എന്താണ്, നമ്മൾ നോൺ ഹ്യൂമൻ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിൻ്റെ ഇത് കൊടുക്കലാണ്. പക്ഷെ പേഴ്സോണിഫിക്കേഷനും ആന്ത്രപ്പോമോർഫിസം തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പേഴ്സോണിഫിക്കേഷനിൽ നോൺ ഹ്യൂമൻ എൻറ്റൈറ്റിയിൽ ഇങ്ങനെ ഹ്യൂമൻ ട്രേറ്റ്സ് പൊസസ് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ജസ്റ്റ് സീംസ് ടു പൊസസ് ദ ഹ്യൂമൻ എൻറ്റൈറ്റീസ്. പക്ഷേ ആന്ത്രപ്പോമോർഫിസത്തിൽ നോൺ ഹ്യൂമൻ എൻറ്റൈറ്റി റിയലി പൊസസ് ദ ഹ്യൂമൻ ട്രേറ്റ്സ്, ശരിക്കും അവർക്ക് ഉണ്ടാവുന്നുണ്ട് ആന്ത്രപ്പോമോർഫിസത്തിൽ. പക്ഷെ പേഴ്സോണിഫിക്കേഷനിൽ അങ്ങനെ ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സോണിഫിക്കേഷൻ ആൻഡ് ആന്ത്രപ്പോമോർഫിസം. Okay, so what is anthropomorphism? Anthropomorphism is the attribution of human characteristics, emotions and behavior to non-human entities like animals or inanimate objects. So while using personification, non-human entity seems like possessing human traits. But while using anthropomorphism, the non-human entity really possesses the human traits. അതാണ് അവർ തമ്മിലൊരു ഡിഫറൻസ്. പേഴ്സോണിഫിക്കേഷനിൽ അങ്ങനെ ഹ്യൂമൻ ട്രേറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു സങ്കല്പിക്കലേ വരുന്നുള്ളൂ. പക്ഷേ ആന്ത്രപ്പോമോർഫിസത്തിൽ ശരിക്കും അവരത് പൊസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയും ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ആന്ത്രപ്പോമോർഫിസം ഫ്രം പേഴ്സോണിഫിക്കേഷൻ എന്ന് ചോദിക്കും. ഓക്കെ, സോ ആന്ത്രപ്പോമോർഫിസം ഇൻ ഷോർട്ട് എന്താണ്? ഇറ്റ് ഇസ് ആട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ ടു നോൺ ഹ്യൂമൻ എൻറ്റൈറ്റീസ് ലൈക്ക് ആനിമൽസ് അല്ലെങ്കിൽ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ആന്ത്രപ്പോമോർഫിസം. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് പാരഡി? ലിറ്ററേച്ചറിൽ പാരഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമുക്ക് പാരഡി നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്, പാരഡി സോങ്സ് ഒക്കെ. എന്താണ്? അതൊരു കളിയാക്കലാണ്. നമ്മളിപ്പോൾ ഒരു പാട്ടിൻ്റെ പാരഡി പറഞ്ഞാൽ ആ പാട്ടിൻ്റെ തന്നെ ലിറിക്സ് ഒക്കെ മാറ്റിയും കൊണ്ട് നമ്മൾ കളിയാക്കിയും കൊണ്ടുള്ളൊരു ഇമിറ്റേഷൻ, അതാണ് പാരഡി പറഞ്ഞാൽ. സോ പാരഡി ഇൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ വർക്ക്. എന്തിനൊക്കെയാണ് ഇത് കളിയാക്കാന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനായിരിക്കും, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓതറിൻ്റെ അയാളുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനായിരിക്കും, അയാളുടെ ഒരു സ്റ്റൈലിന്, ആ ഒരു ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈലിനെ കളിയാക്കും. ചിലപ്പോൾ ഒരു ലിറ്റററി ഓണർ, അതായത് എന്തെങ്കിലും ഒരു ലിറ്റററി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് വർക്കിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സിനായിരിക്കും ചിലപ്പോൾ മോക്ക് ചെയ്യുന്നത്, കളിയാക്കുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് കളിയാക്കാം. സോ പാരഡി ഈസ് എ മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ഒന്നെന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ വർക്ക്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് എ പെർട്ടിക്കുലർ ഓത്തർ, ഓർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ലിറ്റററി ഓണർ. യോണർ മീൻസ് ജനർ, അങ്ങനെ സ്പെല്ലിങ് തെറ്റാതിരിക്കാൻ ജനർ എന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, സോ പാരഡി പറഞ്ഞാൽ അതാണ്, മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ വർക്ക്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് എ പെർട്ടിക്കുലർ ഓത്തർ, അല്ലെങ്കിൽ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ലിറ്റററി യോണർ. സോ നമുക്കിതിന് എന്ത് പറയാം? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെറ്റൈറിക്കൽ മിമിക്രി, ഒരു എന്താ ആക്ഷേപഹാസ്യമാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെറ്റയർ. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ കാരിക്കേച്ചർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കാരിക്കേച്ചറിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിനെ കാണാറുണ്ട്. ദാറ്റ് മീൻസ് പാരഡീനെ കാണാറുണ്ട്.
കാരണം കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഹാസ്യവർണ്ണന അല്ലെങ്കിൽ ഹാസ്യ ചിത്രം അതിനൊക്കെയാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത്. സോ അതുമാതിരി തന്നെ ഇതിനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാരഡിയിൽ ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില ട്രേറ്റുകളൊക്കെ നമ്മളൊന്ന് എക്സാജുറേറ്റ് ചെയ്ത് പറയും, ഒന്ന് പൊക്കി പറയും. ആൻഡ് സെയിം തിങ് കാരിക്കേച്ചറിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ലിറ്റററി കൗണ്ടർ പാർട്ട് ആണ് കാരിക്കേച്ചറിൻ്റെ ഒരു ലിറ്റററി കൗണ്ടർ പാർട്ടായിട്ടും നമ്മൾ ഈ ഒരു പാരഡിനെ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ സാമുവൽ റിച്ചാർഡ്സന്റെ പമേല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സാമുവൽ റിച്ചാർഡ്സൺ പമേല. അതിൻ്റെ ഒരു പാരഡിയാണ് ഷമേല എന്നുള്ളത്. ഷമേല, ഓക്കെ. സോ ഷമേല ഇസ് എ പാരഡി ഓഫ് സാമുവൽ റിച്ചാർഡ്സൺസ് പമേല. പാരഡിക്ക് ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം. സോ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, കൂടെ തന്നെ മനസ്സിലാക്കി ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആൻഡ് ആ ഒരു സെൻറ്റൻസ് ഒന്ന് പഠിച്ച് കൂടെ തന്നെ പോവാവുന്നതേ ഉള്ളൂ. ഇപ്പം കേട്ടിട്ട് വെറുതെ കേട്ടിട്ട് പിന്നെ പഠിക്കാമെന്നൊന്നും വിചാരിക്കാതെ ഇപ്പം തന്നെ കൂടെ പഠിച്ചു പോവാട്ടോ. ഞാൻ ഒരു വട്ടം പറഞ്ഞ് ജസ്റ്റ് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. പിന്നെ സ്ലൈഡ് ഉണ്ടാക്കാനൊക്കെ കുറേ ടൈം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, അപ്പം തന്നെ പഠിച്ചു പോവാട്ടോ. ഓക്കെ, സോ പാരഡി പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ വർക്ക്, ദ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് എ പെർട്ടിക്കുലർ ഓഥർ or the salient features of a literary genre. So it is a kind of satirical mimicry, and also it can be viewed as a literary counterpart to caricature because it exaggerates certain traits. And an example for parody എന്ന് പറഞ്ഞാൽ എന്താണ്? ഷമേല. ഷമേല is a parody of Samuel Richardson's Pamela. Okay, so parody എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഷോർട്ട് നോട്ടാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് എ പാസ്റ്റിഷ്? പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നും ഹെവിലി ബോറോ ചെയ്യുന്ന ടെക്സ്റ്റിനെയാണ് നമ്മൾ പാസ്റ്റിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേറൊരാളുടെ വർക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ കണ്ടന്റിൽ നിന്ന് നമ്മൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ കടമെടുക്കുന്ന ഒരു ടെക്സ്റ്റിനാണ് നമ്മൾ പാസ്റ്റിഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ലിറ്ററേച്ചർ എ പാസ്റ്റിഷ് ഈസ് എ ടെക്സ്റ്റ് ദാറ്റ് ബോറോസ് ഹെവിലി ഫ്രം ദ അതേഴ്സ്. ഈ ഒരു പാസ്റ്റിഷ് എന്ന് പറഞ്ഞത് പ്ലേജറിസം ആണെന്ന് നമ്മൾ കൺഫ്യൂഷൻ വരുത്തരുത്. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്? പ്ലേജറിസത്തിൽ നമ്മൾ അയാളുടെ അനുവാദം ഒന്നും ഇല്ലാതെ നമ്മൾ അയാളെ ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അയാളുടെ വർക്കിനെ നമ്മളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓപ്പൺ ആയിട്ടും അതുപോലെ തന്നെ ഇന്റൻഷണൽ ആയിട്ടും നമ്മൾ ഒരാളുടെ സംഭവം ഇമിറ്റേറ്റ് അല്ലെങ്കിൽ ബോറോ ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഡിസെപ്റ്റീവ് ആയിട്ട് ഒരു ഇന്റൻഷനും വരുന്നില്ല, അതായത് അയാളെ ചീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം അവിടെ വരുന്നില്ല. സോ ഒരിക്കലും പാസ്റ്റിഷ് എന്ന് പറയുമ്പോൾ പ്ലേജറിസം ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. ഓക്കെ, സോ ദാറ്റ് ഇസ് പാസ്റ്റിഷ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇൻ ലിറ്ററേച്ചർ എ പാസ്റ്റിഷ് ഇസ് എ ടെക്സ്റ്റ് ദാറ്റ് ബോറോസ് ഹെവിലി ഫ്രം അതേഴ്സ്. ഓക്കെ, സോ എന്തായാലും പാസ്റ്റിഷിനെ ഒരിക്കലും പ്ലേജറിസം ആയിട്ട് കൺസിഡർ ചെയ്ത്, കാരണം പാസ്റ്റിഷിൽ വരുന്നത് ഓപ്പണും അതുപോലെ തന്നെ വേണമെന്ന് വെച്ചിട്ടുള്ള ബോറോയിങ് ആണ്. അവിടെ ചീറ്റിംഗ് എന്നുള്ളൊരു ഉദ്ദേശം വരുന്നില്ല. സോ ദിസ് പാസ്റ്റിഷ് ഷുഡ് നെവർ ബി കൺഫ്യൂസ്ഡ് വിത്ത് പ്ലേജറിസം, because pastiche involves this open and intentional borrowing, okay, with no deceptive intention. And the example for pastiche എന്ന് പറയുന്നത് ജോൺ ഫൗൾസിന്റെ The French Lieutenant's Woman എന്നുള്ളതാണ്. ഓക്കെ, പാസ്റ്റിഷ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കാം. ദെൻ നമ്മളടുത്ത് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽസ്. മോണോലോജിക് നോവൽസും ഡയലോജിക് നോവൽസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു മോണോലോജിക് അതുപോലെ തന്നെ ഡയലോജിക്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടുവന്ന ആളുടെ പേരാണ് ബക്തിൻ. ഓക്കെ, ബക്തിൻ എന്നുള്ള ആളാണ് ഈ മോണോലോജിക് വർക്കുകളെയും ഡയലോജിക് വർക്കുകൾക്കും ഇടയ്ക്ക് ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ദിസ് മോണോലോജിക് ആൻഡ് ഡയലോജിക് വർക്ക്സ്. സോ മോണോലോജിക് നോവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിലൊരു സിംഗിൾ വോയിസ് ആയിരിക്കും കൺട്രോളിംഗ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഒരാളുടെ സ്വരമായിരിക്കും അതിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അതിൽ വേറെ ആളുകളൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും, പല കോൺഫ്ലിക്റ്റിംഗ് വ്യൂ പോയിന്റ്സും ഉണ്ടായിരിക്കുമെങ്കിലും അവരുടെയൊക്കെ മേലെ ഡോമിനൻ്റ് ആയിട്ട് ഒരൊറ്റ സ്വരം നിൽക്കുന്നുണ്ടാവും, ഒരു വോയിസ് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഡയലോജിക് നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പല സ്വരങ്ങളും ഉണ്ടായിരിക്കും, മീൻസ് പല ആളുകളുടെയും ന്യൂമറസ് ക്യാരക്ടേഴ്സിന്റെ വോയിസസ് നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലാവരും കൂടി ഇങ്ങനെ കച്ചറാക്കി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എല്ലാവരും കൂടി ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കച്ചറ ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പോൾ ന്യൂമറസ് കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് നമുക്ക് കേൾക്കാൻ കഴിയും ഈ ഒരു ഡയലോജിക് നോവലിൽ. ഓക്കെ, സോ അങ്ങനെ ഒരു നോവൽ എന്ന് പറയുമ്പോൾ ക്ലാഷസ് വരും. സോ ക്ലാഷിങ് വോയിസസ്, അതുപോലെ തന്നെ ക്ലാഷിങ് ഐഡിയോളജി, അതൊക്കെയാണ് ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, കച്ചറ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ ഡയലോഗ് അടിക്കാൻ തുടങ്ങും. സോ യൂഷ്വലി ഒരു ഡയലോജിക് നോവൽസിൽ എന്തുണ്ടാവും? ഡയലോഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽ തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ നോവലിന് എടുത്ത് ചോദിക്കില്ല,
മോണോളോജിക് ആൻഡ് ഡയലോജിക് വർക്ക് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാലും സെയിം സംഭവം തന്നെയാണ്. സോ ഭക്തിനാണ് ഈ ഒരു മോണോളോജിക് ഡയലോജിക് എന്നുള്ള ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. മോണോളോജിക് നോവൽസ് അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു സിംഗിൾ കൺട്രോളിങ് വോയിസ് ഡോമിനന്റ് ആയിട്ട് നിൽക്കും. ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ അവരുടെ വ്യൂ പോയിന്റ്സ്, അവരുടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വോയിസിന് അവിടെ ഡോമിനൻസ് ഉണ്ടാവുള്ളൂ, ഒറ്റ സ്വരം. പക്ഷെ ഡയലോജിക് എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂമറസ് ക്യാരക്ടേഴ്സിന്റെ കോൺഫ്ലിക്റ്റിംഗ് വ്യൂ പോയിന്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റും, പല സ്വരങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. സോ ഒബ്വിയസ്ലി അവിടെ ക്ലാഷസ് ഉണ്ടാവും, അതുപോലെ തന്നെ പല ഐഡിയോളജീസ് അവിടെ എമർജ് ചെയ്യും, സോ ക്ലാഷ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡയലോഗുകളും ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോളോജിക് ആൻഡ് ഡയലോജിക് എന്ന് പറഞ്ഞാൽ. സോ മോണോ മീൻസ് വൺ, ദാറ്റ് ഇസ് ഒറ്റ വോയിസ് ഉണ്ടാവുള്ളൂ. ഡയലോജിക് മീൻസ് ദർ ഇസ് മോർ ദാൻ വൺ വോയിസ്. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ്. ആൻഡ് ഭക്തിനാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ, ഗീവ് എക്സാമ്പിൾസ്. സോ ഈ വീഡിയോ നല്ല ലോങ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് ടൈമില്ല. സോ ഞാൻ മൊഡ്യൂൾ 1 ഷോർട്ട് നോട്ട്സ് ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തതിൽ എസ്സേ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ടൈമുള്ളൂ. സോ വീഡിയോ ലോങ് ആവുന്നുണ്ട്, ബട്ട് നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, സോ എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക, അത് പോസ് ചെയ്ത് പഠിക്കുക. പിന്നെ ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കേട്ടതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. വീഡിയോ ലോങ് ആവാനില്ല, അത് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ വാട്ട് ഇസ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ഗീവ് എക്സാമ്പിൾസ്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ അറിയാം, നമ്മുടെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഫിക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ ഒരു സിഗ്നിഫിക്കൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിക്കൽ എറ, ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു യുഗം എന്തായിരിക്കും, ആ ഒരു ഫിക്ഷനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കും. ആ ഒരു ഫിക്ഷനിൽ വരുന്ന സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കും. സോ അതിൽ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പേഴ്സണേജ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിക്ഷണൽ ആയിട്ടുള്ള ആളുകളും ഹിസ്റ്റോറിക്കൽ ആളുകളുടെ ഒരു മിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പണ്ടത്തെ ഏജിലുള്ള ഈ ഒരു സ്പിരിറ്റ്, അതുമാതിരി അപ്പത്തെ മാനേഴ്സ്, സോഷ്യൽ കസ്റ്റംസ്, നോംസ്, ട്രഡീഷൻസ്, അതിനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ മുന്നിലോട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിന് പിന്നെ എന്തെന്ന് വെച്ചാൽ അതിനൊരു ക്രെഡിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. ഓക്കെ, സോ ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിക്ഷൻ ഇൻ വിച്ച് എ സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്ററിക്കൽ ഇവന്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്ററിക്കൽ എറ serves as a background അല്ലെങ്കിൽ backdrop to a story that may include fictional characters or historical characters or mix of both. Okay, and also they often attempt to portray the spirit, manners, social norms and customs, social conditions of the past age with realistic details to add interest and credibility to the work. Okay, അതാണ് ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് പറയാം ലിയോ ടോൾസ്റ്റോയിന്റെ വാർ ആൻഡ് പീസ്, അതൊരു നല്ല എക്സാമ്പിളാണ്. നമുക്ക് ഈ എക്സാമ്പിൾസ് കുറേ എണ്ണം പഠിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ജസ്റ്റ് വണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക. ആ ഒരു പഠിക്കുന്ന എക്സാമ്പിൾ മാറാതെ ശ്രമിക്കുക, ഒരു എക്സാമ്പിളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഹിസ്റ്ററിക്കൽ ഫിക്ഷനിലെ ഒരു എക്സാമ്പിൾ ലിയോ ടോൾസ്റ്റോയിന്റെ വാർ ആൻഡ് പീസ് ആണ്. പിന്നെ നമുക്ക് വിക്ടർ ഹ്യൂഗോന്റെ ഹഞ്ച് ബാക്ക് ഓഫ് നോട്രിഡേയും പറ്റും. അതുമാതിരി സർ വാൾട്ടർ സ്കോട്ടിന്റെ വേവർലി ഉണ്ട്, സർ വാൾട്ടർ സ്കോട്ടിന്റെ കെനിൽവോത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. സോ ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിലേറ്റവും എളുപ്പം ലിയോ ടോൾസ്റ്റോയിന്റെ വാർ ആൻഡ് പീസ് ആയിരിക്കും. സോ അതാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്രൈം ഫിക്ഷനും ഡിറ്റക്റ്റീവ് ഫിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൈം ഫിക്ഷൻ ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, അല്ലെങ്കിൽ ഹൗ ഡസ് ക്രൈം ഫിക്ഷൻ ഡിഫർ ഫ്രം ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രൈം ഫിക്ഷനിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ക്രിമിനലിന്റെ നേർക്കായിരിക്കും. ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുക ഡിറ്റക്റ്റീവിന്റെ കാര്യങ്ങൾക്കായിരിക്കും. ഓക്കെ, അതായത് ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ ഡിറ്റക്റ്റീവ്, അതായത് അയാൾ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിറ്റക്റ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബിഗിനർ ആയിരിക്കാം, ഒരു അമച്വർ ആയിരിക്കാം. സോ ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യും, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഈ ഒരു ക്രൈമിൽ ഓഫൺ മർഡർ, കൊലപാതകം ഇൻവോൾവ് ആയിരിക്കും. എന്നിട്ട് ഈ ഡിറ്റക്റ്റീവ് ഇങ്ങനെ കുറെ സീരീസ് ഓഫ് ക്ലൂസ് ഉപയോഗിച്ചിട്ട് അയാളുടെ ഡിഡക്റ്റീവ് റീസണിങ് ഒക്കെ വെച്ചിട്ട് ആ ഒരു കേസ് എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. അതാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ വരിക. പക്ഷെ ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് പോകുന്നത് അത് സോൾവ് ചെയ്യുന്ന ആളിലേക്കല്ല, ക്രിമിനലിന്റെ വർക്കാണ്. ഓക്കെ, ആ ക്രിമിനലിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, അതുപോലെ അയാളുടെ മെത്തഡോളജി, അതൊക്കെ ആയിരിക്കും നമ്മുടെ ഫോക്കസ്. അല്ലാതെ അത് കണ്ടുപിടിക്കുന്ന ഇൻവെസ്റ്റിഗേറ്ററിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ സ്ട്രാറ്റജി അതൊന്നും ആയിരിക്കില്ല ഫോക്കസ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഒന്ന് ക്രിമിനലിനെ ഫോക്കസ് ചെയ്യുന്നത്, ഒന്നത് സോൾവ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. Okay, so how does crime fiction differ from detective fiction? Detective fiction എന്താണ്, detective either an amateur or a professional will investigate a crime often involving a murder, and the detective will solve the crime through the use of deductive reasoning from a series of clues.
പക്ഷെ ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫോക്കസ് ഇസ് ഓൺ ദ ക്രിമിനൽ ആൻഡ് ഹിസ് ഓർ ഹെർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് റാദർ ദാൻ ഓൺ ദ ഡിറ്റക്റ്റീവ് ഓർ ഹിസ് ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജി. അപ്പോൾ അതാണ് ഈ ഒരു ക്രൈം ഫിക്ഷൻ്റെയും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ഡിറ്റക്റ്റീവിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ക്രൈം ഫിക്ഷൻ ക്രിമിനലിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ആൻറ്റി നോവൽ? ഗീവ് എക്സാമ്പിൾസ്. ആൻറ്റി നോവൽ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതാണ് ചോദിക്കുന്നത്. സോ ആൻറ്റി നോവൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു എക്സ്പെരിമെൻ്റൽ ഫിക്ഷൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ശരിക്കും ഒരു ഫിക്ഷനിൽ വേണ്ട ഒരു ട്രഡീഷണൽ എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും, ലൈക്ക് ക്യാരക്ടറൈസേഷൻ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ്, അതുപോലെ ലൊക്കേഷൻസ്, അൺഫോൾഡിങ് ഓഫ് സീക്വൻഷ്യൽ പ്ലോട്ട്. സോ അങ്ങനെ ട്രഡീഷണൽ എലമെന്റ്സ് ഓഫ് ഫിക്ഷൻ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. സോ അതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്യുക, അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റൽ ഫിക്ഷൻ ആണ് ശരിക്കും ആൻറ്റി നോവൽ എന്ന് പറഞ്ഞാൽ. Okay, it's a type of experimental fiction that dispenses with certain traditional elements of fiction writing like characterization, description of states of mind, locations in time and space, or unfolding of the sequential plot. Okay, so readers നമ്മൾ present ചെയ്യുന്നത് ഒരു series of visual perceptionsലൂടെ ആയിരിക്കും. Okay, so readers are presented through with a series of visual perceptions. ഓക്കെ, ആൻറ്റി നോവലിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മിച്ചൽ ബ്യൂട്ടേഴ്സിന്റെ പാസിംഗ് ടൈം, അതൊരു ആൻറ്റി നോവലാണ്. അല്ലെങ്കിൽ അലൈൻ റോബ് ഗ്രില്ലെറ്റ്സിന്റെ ദ വോയർ അല്ലെങ്കിൽ ജലസി, അതും ഈ ഒരു ആൻറ്റി നോവലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ ചോദിക്കാവുന്ന ഒരു ഷോർട്ട് നോട്ടാണ്, വാട്ട് ഇസ് ഫ്ലാഷ് ബാക്ക്? ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫ്ലാഷ് ബാക്ക് അറിയാലേ, നമുക്ക് മൂവീസിലൊക്കെ നമ്മൾ കാണുന്നതാണ്. സോ ഫ്ലാഷ് ബാക്കിന്റെ വേറൊരു പേര് അനാലപ്സിസ് എന്നാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ വാട്ട് ഇസ് ഫ്ലാഷ് ബാക്ക് എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും, വാട്ട് ഇസ് അനലപ്സിസ് എന്ന് വെച്ചാൽ നമ്മൾ അന്തം വിട്ടിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കേണ്ട. അനലപ്സിസ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്കിന്റെ വേറൊരു പേരാണ്. ഓക്കെ, സോ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ആ ഒരു ഓർഡറിനെ നമ്മൾ തെറ്റിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പാസ്റ്റത്തെ ഒരു ഇവന്റിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓർഡർ തെറ്റിക്കുകയാണ്. ടു റിക്കൗണ്ട് ആൻ ഇവന്റ് ഇൻ ദ പാസ്റ്റ്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഫ്ലാഷ് ബാക്ക് യൂസ് ചെയ്യാറുള്ളത്. സോ ഫ്ലാഷ് ബാക്ക് ഓൾസോ നോൺ ആസ് അനലപ്സിസ് ഇന്ററപ്റ്റ്സ്, അത് തടസ്സാക്കുന്നുണ്ട്. എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ പ്ലോട്ട്. എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ടു റീകൗണ്ട് ആൻ ഇവന്റ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, അങ്ങനെ റീകൗണ്ട് ചെയ്യുന്നത് എന്തിനാ? ടു ഫിൽ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവന്റ്സ്. ഓക്കെ, അപ്പൊ അതാണ് ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ അനാലപ്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇന്ററപ്റ്റ്സ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ പ്ലോട്ട് ടു റീകൗണ്ട് ആൻ ഇവന്റ് ഇൻ ദ പാസ്റ്റ് ടു ഫിൽ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവന്റ്സ്. അതാണ് അനാലപ്സിസ് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക്. അതേമാതിരി തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫ്ലാഷ് ഫോർവേഡ്? ഇത് ഫ്ലാഷ് ബാക്ക് മതി തന്നെ ഫ്ലാഷ് ഫോർവേഡ് ഉണ്ട്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്കിന് നമ്മൾ അനാലപ്സിസ് പറയുന്ന മാതിരി ഫ്ലാഷ് ഫോർവേഡിനെ നമ്മൾ പ്രോലപ്സിസ് എന്നും പറയും. ഓക്കെ, സോ പ്രോലപ്സിസ് അല്ലെങ്കിൽ ഫ്ലാഷ് ഫോർവേഡ് എന്ന് പറഞ്ഞ പേരും തന്നെ അറിയാം, കഥയുടെ മുന്നിക്കുള്ള കാര്യം കുറച്ച് മുന്നേ പറയാം. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എൻ ഇന്റർജെക്റ്റഡ് സീൻ ഇൻ ദ നരേറ്റീവ് ഫോർവേഡ് ഇൻ ടൈം ഫ്രം ദ കറന്റ് ടൈം ഇൻ ദ സ്റ്റോറി. അതായത് ഇപ്പോഴത്തെ കറന്റ് ടൈമിൽ നിന്ന് കുറച്ചുകൂടി മുന്നിലോട്ട് പോയിട്ടുള്ള ടൈം അപ്പം ഉണ്ടാകുന്ന ഒരു സീനിനെ പറ്റിയിട്ട് നരേറ്റ് ചെയ്യുക. അതാണ് ഫ്ലാഷ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ. ഫ്ലാഷ് ബാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അനലപ്സിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദിസ് പ്രോലപ്സിസ്. ഇറ്റ്സ് എൻ ഇന്റർജെക്റ്റഡ് സീൻ ഇൻ ദ നരേറ്റീവ് ഫോർവേഡ് ഇൻ ടൈം ഫ്രം ദ കറന്റ് ടൈം ഇൻ ദ സ്റ്റോറി. ഫ്ലാഷ് ബാക്ക് ബാക്കിലേക്കാണ് പോണത്, ഫ്ലാഷ് ഫോർവേഡ് മുന്നിലേക്കാണ് പോണത്, അത്രയുള്ള ഡിഫറൻസ്. ഈ ഒരു 26 ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1 അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ എന്ന് ചോദിക്കാവുന്ന ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ 26 എണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ മൊഡ്യൂൾ 1 എന്ന് വരുന്ന ഷോർട്ട് എസ്സേ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആൻഡ് അവസാനം നമ്മൾ എല്ലാ മൊഡ്യൂളിലും ഈ ഷോർട്ട് നോട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത് കാണുമ്പോൾ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 1 ഷോർട്ട് നോട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1 എസ്സേസ് ആയിട്ട് വരും, വൈകാതെ തന്നെ വരും. സോ അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടിങ് ഭയങ്കര എസെൻഷ്യൽ ആണ്. സോ നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.